ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റേയിൽ നിന്ന് ജസ്റ്റ് ഇതാ ഉറക്കണീറ്റുള്ളൂ. ഇതാട്ടോ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഈ ഒരു വ്യൂ എനിക്ക് മറക്കാനേ പറ്റുന്നില്ല. ലൈക്ക് ഭയങ്കര അഡിക്റ്റീവ് ആയിരുന്നു എനിക്കിത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ നേരെ ഒരു ഐലൻഡൊക്കെ കണ്ട് എണീക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് റിയലി നൈസ്. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് കുറേ നേരം ആ ബാൽക്കണി തന്നെ ഞാൻ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. കുറേ നേരം എനിക്ക് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അയ്യോ, ഭയങ്കര സ്റ്റെപ്പായിട്ട് കൊടുത്തേ, രക്ഷയില്ല. ഇന്നലെ തൊട്ട് സ്റ്റെപ്പ് കയറി പരിവായി. ഇനി ആ സ്റ്റെപ്പും കയറാനുള്ളതാണോ? മെയിൻ റോഡ് എത്തിയോ? അപ്പം നമ്മൾ ഇന്നലെ നമ്മൾ പോയ ബീച്ചും പിന്നെ അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട്. ഇത് സ്റ്റെഫാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ച്, ആ ഒരു ഏരിയ ആണ്. അപ്പം നമ്മൾ ഈ ഒരു ഏരിയ നടന്ന് കാണാമെന്ന് ഓർത്തു. കാരണം നമ്മൾ ഇന്നലെ എത്തിയപ്പോൾ ഈവനിങ് ആയി. പിന്നെ നമ്മൾ വെള്ളത്തിലൊക്കെ ബീച്ചിലൊക്കെ കളിച്ച് അങ്ങനെ ഇന്നലത്തെ ഡേ തീർന്നായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മൾ ഈ ഒരു ഏരിയയൊക്കെ ഫുൾ കവർ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഭയങ്കര ബ്ലൂ കളറിലെ വെള്ളല്ലേ. ഇനി അങ്ങോട്ടേക്ക് ഇരിക്കാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, സൂക്ഷിച്ച്. അവിടെ മതി. ഇനി അങ്ങോട്ട് പോകണ്ട. അത് മതി. ഓക്കെ, നടക്കട ചെറുക്ക. വേറെ ലെവല് വ്യൂ അല്ലേ, ഒന്നും പറയാനില്ല. നമുക്ക് വേണ്ടിയിട്ടൊരു ഏരിയ പോലല്ലേ. നമ്മൾ ഒരു ഗുഹയുടെ അകത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് എന്ത് ഗുഹയാന്ന് നമുക്കറിയാൻ പാടില്ല. എന്റെ തല ഇടിക്കില്ല, എനിക്ക് അത്ര പൊക്കമൊന്നുമില്ല. ഞാൻ കുനിയാണ്ട് നടന്നു വരുവാ. കമോൺ. ഇത് മറ്റേ ഡോക്ക് ചെയ്യുന്നതാ. ഇവിടെ വന്നിട്ടായിരിക്കും ഡോക്ക് ചെയ്യുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ മോണ്ടിനെഗ്രോന്ന് അൽബേനിയയിലോട്ട് തിരിച്ച് നമ്മൾ യുകെക്ക് പോകാൻ പോവാണ് ഗൈസ്. അപ്പം നമ്മൾ മോണ്ടിനെഗ്രോന് ബൈ പറയാട്ടോ. നമ്മളിനി നേരെ അൽബേനിയയിലോട്ട് പോവാണ്.
അൽബേനിയന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കാറിന് ഒരു 3 hours അൽബേനിയയിലോട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് റിട്ടേൺ പോവാം. രാത്രിയാണ് ഫ്ലൈറ്റ്, പക്ഷെ നമ്മൾ ഇപ്പോൾ സേഫ്റ്റി പർപ്പസ് ഇത്തിരി നേരത്തെ ഇറങ്ങാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഡിലേസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനാവും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അൽബേനിയയിൽ പോയിട്ട് ഞാൻ അവിടുത്തെ സിറ്റി സെൻറ്ററിലോ എന്തെങ്കിലുമൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് രാത്രി നമുക്ക് ഫ്ലൈറ്റ് കയറാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ മോണ്ടിനെഗ്രോ, ബൈ ബൈ. അപ്പോൾ ദാ നമ്മൾ അൽബേനിയ എത്തിയിട്ടോ. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4.5 അത്രയ്ക്ക് ടൈം എടുത്തായിരുന്നു. നമുക്ക് ഇവിടെ എല്ലായിടത്തും ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് മനസ്സിലായെന്നു പറഞ്ഞാൽ നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ കാണുന്ന ടൈമല്ല ശരിക്കും എടുക്കുക, അതിലും കൂടുതൽ എന്തെങ്കിലും എടുക്കും. മാപ്പിൽ കാണിക്കുന്നത് എക്സാക്ട് ടൈമിങ് കാരണം റോഡും അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങൾക്ക് എല്ലായിടത്തും ആ ഒരു ടൈം ഡിഫറൻസ് വന്നായിരുന്നു. മാപ്പിൽ കാണിക്കുന്നതിലും കുറച്ചും കൂടെ ടൈം കൂടുതൽ വരും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴേക്കും അതനുസരിച്ച് പ്ലാൻ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. KFC കറിയാട്ടോ. നമ്മൾ ഇവിടെ തിറാന സിറ്റിയിൽ ചുമ്മാ നീക്കാണ്. നമ്മൾ അൽബേനിയയിലെത്തി. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് രാത്രി 11:55 അപ്പോൾ എന്തായാലും അത്രയും ടൈമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചുമ്മാ ഒന്ന് തിറാന സിറ്റി ചുമ്മാ ചുറ്റിക്കറങ്ങി കാണാമെന്ന് ഓർത്ത് അങ്ങനെ തിറാന സിറ്റിയിൽ ഞങ്ങൾ ചുമ്മാ തെണ്ടി തിരിയാണ്. അപ്പോഴാണ് നമ്മൾ KFC കണ്ടത്. എന്നാൽ പിന്നെ ചുമ്മാ KFC കയറാമെന്ന് ഓർത്ത്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ തിറാന സിറ്റി സെൻറ്ററിലാട്ടോ എത്തിയേക്കുന്നത്. ഇവിടുത്തെ കുറച്ച് നല്ല സ്പോട്ടുകളൊക്കെ നമ്മൾ പോയി കാണാമെന്ന് ഓർത്തു. കാരണം നമുക്ക് നൈറ്റാണ് ഫ്ലൈറ്റ്, ഒരു 11:30 ഒക്കെ ആകുമ്പോൾ. അപ്പോൾ നമുക്ക് കുറേ ടൈമുണ്ട്. അപ്പോൾ എന്തായാലും തിറാന സിറ്റി സെൻറ്റർ നമുക്ക് ചുറ്റി കാണാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് പിരമിഡ് ഓഫ് ടിറാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ. ഇതാണ് ആ ഒരു ബിൽഡിംഗ്. ഇതിന് ഒരു പിരമിഡിൻ്റെ ഷേപ്പ് ഉള്ളത് കൊണ്ടായിരിക്കാം അവർ പിരമിഡ് ഓഫ് ടിറാന എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സിറ്റി സെൻറ്ററിൻ്റെ ചുമ്മാ ഓരോ ഏരിയാസൊക്കെ ഇങ്ങനെ നടന്ന് കാണായിരുന്നു. അപ്പോൾ നമ്മൾ നടന്ന് ഒരു സ്ട്രീറ്റ് എത്തിയിട്ടോ. ഈ ഒരു സ്ട്രീറ്റിൽ ഒരുപാട് ഷോപ്സും അതുപോലെ റെസ്റ്റോറൻറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ കുറേ സൊവീനിയേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും അൽബേനിയയുടെ ഒരു സൊവീനിയർ വാങ്ങിക്കാൻ ഓർത്തു. അപ്പം നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറി അൽബേനിയയുടെ ഒരു സൊവീനിയർ നമ്മൾ വാങ്ങിച്ചു. അപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം വിശന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ കണ്ട ഒരു ഇറ്റാലിയൻ ഷോപ്പിൽ കയറി ഇവിടെ നിന്ന് പിസ്സ കഴിക്കാമെന്ന് ഓർത്തു. നമ്മൾ ഈ ഒരു ട്രിപ്പിൽ പിസ്സ അങ്ങനെ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പിസ്സ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. അത്യാവശ്യം നല്ല പിസ്സയായിരുന്നു കേട്ടോ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഫുഡ് അൽബേനിയയിൽ എനിക്ക് ശരിക്കും ഫുഡ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മോണ്ടിനെഗ്രോനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ടേസ്റ്റും അങ്ങനെ പിന്നെ ഒരുപാട് ഓപ്ഷൻസും അതൊക്കെ കൂടുതലുള്ളത് അൽബേനിയ ആയിരുന്നു കമ്പയർഡ് ടു മോണ്ടിനെഗ്രോ.
ടാക്സി. എന്ത് പട്ടി ടാക്സി. ഇവിടെ കണ്ട കുറേ ടാക്സികളുടെ പേരാട്ടോ അത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയൊക്കെയോ പേരുകളായിരുന്നു ഇവരുടെ ടാക്സിക്കൊക്കെ ഉള്ളത്. നമ്മൾ തിരാന എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ട്രിപ്പ് ഓൾമോസ്റ്റ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ UK തിരിച്ച് പോവാണ്. ട്രിപ്പ് തീർന്നു. ഇനിയിപ്പോൾ ജോലി നാളെ എനിക്ക് ലീവാണ്. പക്ഷെ മറ്റന്നേക്ക് ജോലിക്ക് കയറണം. അയ്യോ, ഹോളിഡേ ഒക്കെ തീർന്നു. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കാർ വാഷിൽ വന്നേക്കാട്ടോ. നമ്മുടെ റെൻ്റൽ കാർ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കാർ വാഷിൽ കയറ്റി നമ്മൾ കാർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ജസ്റ്റ് ഒരു 5 minutes ഉള്ളൂ നമ്മുടെ കാർ റിട്ടേൺ ചെയ്യേണ്ട സ്ഥലത്തേക്ക്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ നമ്മുടെ എയർപോർട്ടുമായി. അപ്പം നമ്മൾ കാറൊക്കെ റിട്ടേൺ ചെയ്ത് നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ്. എനിക്ക് ഈ കാർ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമമായിട്ടോ. കാരണം നമ്മൾ 5 days ഈ ഒരു കാറിൽ, ശരിയാണ് നമ്മുടെ കാറല്ല, എന്നാലും ഈ ഒരു കാറിൽ നമ്മൾ 5 days സ്പെൻഡ് ചെയ്താണല്ലോ, കുറേ ട്രാവൽ ചെയ്തു. അപ്പം എനിക്ക് ഒരു കൊടുത്ത് കഴിഞ്ഞ് പോയപ്പോൾ അയ്യോ പോവാലോ അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. നമ്മൾ തിരിച്ച് പോവാണ് ഗൈസ്. അപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറി. അപ്പം നമ്മളിതാ ല്യൂട്ടൺ എയർപോർട്ടിലെത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഡയറക്റ്റ് നമ്മുടെ കാർ ഇവിടെ എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിൽ തന്നെയായിരുന്നു നമ്മൾ ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കാർ എടുത്തിട്ട് ഡയറക്റ്റ് നമ്മൾ ലിവർപൂളിലോട്ടാണ് പോകുന്നത്. ഇനി ഒന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് കിടന്നാൽ മതി, കാരണം നല്ല ടയർഡായിട്ടുണ്ട്. നമ്മൾ രാത്രിയായിരുന്നല്ലോ ഫ്ലൈറ്റ്, അപ്പോൾ നല്ല ടയർഡാണ്. ഇനിയിപ്പോൾ ഒന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാലാണ് ഒന്ന് സെറ്റാകത്തുള്ളൂ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സർവീസസിൽ നിർത്തിയാട്ടോ നമ്മൾ വന്നുകൊണ്ടിരുന്നത്. ലോങ് ഡ്രൈവ് ആകുമ്പോൾ ശരിക്കും ഈ സർവീസസ് ഉള്ളത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് ഇടയ്ക്ക് നിർത്തി കോഫിയൊക്കെ കുടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെ നമുക്ക് നിർത്തി വരാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ സർവീസസ് ഉള്ളത് കാരണം. അങ്ങനെ നമ്മൾ ലിവർപൂൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.